ഡോക്ടർ ചമഞ്ഞ് ഇടുക്കിയിൽ നിന്ന് കഞ്ചാവ് കടത്ത് പ്രതി ഓടി രക്ഷപ്പെട്ടു. 2 കിലോ കഞ്ചാവ് എക്സൈസ് പിടിച്ചെടുത്തു. അന്തിക്കാട് പാടശേഖരത്തിലെ കൃഷിനാശം അധികൃതരുടെ അനാസ്ഥ മൂലമെന്ന ആക്ഷേപം. കോൾപ്പാടത്ത് കെട്ടിക്കിടക്കുന്നത് 150 ലോഡ് നെല്ല്. 1 കോടി രൂപ ചെലവഴിച്ച് നവീകരിച്ച കാവാലൻചിറ കടുത്ത വേനലിൽ വറ്റി വരണ്ടു. കൃഷിക്കും ശുദ്ധജല ലഭ്യതയ്ക്കുമായി പുനരാവിഷ്കരിച്ച പദ്ധതിയാണ് ഉപയോഗശൂന്യമായത്. നമസ്കാരം. വാർത്തകൾ വിശദമായി. വ്യാജ ഡോക്ടർ ചമഞ്ഞ് ഇടുക്കിയിൽ നിന്ന് കഞ്ചാവ് മൊത്തക്കച്ചവടം നടത്തിയിരുന്നയാളുടെ വീട്ടിൽ നിന്ന് 2 കിലോ കഞ്ചാവും 69,500 രൂപയും എക്സൈസ് പിടികൂടി. പ്രതി ചാവക്കാട് കടപ്പുറം തൊട്ടാപ്പ് ഞാവേലിപ്പറമ്പിൽ റാഫി എന്ന വെട്ട് റാഫി ഓടി രക്ഷപ്പെട്ടു. ഇയാൾക്കെതിരെ എക്സൈസ് കേസെടുത്തു. കടപ്പുറം പുന്നയ്ക്കച്ചാൽ 4 സെന്റ് കോളനിയിലുള്ള റാഫിയുടെ ഭാര്യ വീട്ടിലാണ് കഞ്ചാവ് സൂക്ഷിച്ചിരുന്നത്. രഹസ്യവിവരം ലഭിച്ചതിനെ തുടർന്ന് ചാവക്കാട് എക്സൈസ് ഇൻസ്പെക്ടർ KV ബാബുവിന്റെ നേതൃത്വത്തിൽ പ്രിവന്റീവ് ഓഫീസർ PA ഹരിദാസ്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ സുധീർ കുമാർ, ജെയ്സൺ P ദേവസി, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർമാരായ MN നിഷ, PS രതിക എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കഞ്ചാവ് പിടികൂടിയത്. എക്സൈസ് സംഘത്തെ കണ്ട ഉടൻ റാഫി ഓടി രക്ഷപ്പെടുകയായിരുന്നു. തുടർന്ന് സംഘം വീടിനുള്ളിൽ നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവും പണവും മറ്റു വസ്തുക്കളും കണ്ടെടുത്തത്. ഇടുക്കിയിൽ നിന്നും കാറിലാണ് ഇയാൾ ഡോക്ടർ എന്ന വ്യാജേന കഞ്ചാവ് കടത്തിയിരുന്നത്. നിരവധി ക്രിമിനൽ കേസുകളിലും ഇയാൾ പ്രതിയാണെന്ന് എക്സൈസ് സംഘം പറഞ്ഞു. അന്തിക്കാട് പാടശേഖരത്തിൽ അധികൃതരുടെ അനാസ്ഥയിൽ ലക്ഷങ്ങളുടെ കൃഷിനാശം. കോൾപ്പാടത്ത് ഇപ്പോഴും കെട്ടിക്കിടക്കുന്നത് 150 ലോഡ് നെല്ല്. കർഷകരുടെ പ്രതിഷേധം ശക്തമാകുന്നു. കർഷകരിൽ നിന്ന് നെല്ല് വാങ്ങുന്ന സപ്ലൈകോയുടെയും കരാറെടുത്ത് നെല്ല് പാടത്തുനിന്ന് കൊണ്ടുപോകേണ്ട സ്വകാര്യ മില്ലുടമകളുടെയും പാടശേഖര കമ്മിറ്റിയുടെയും അനാസ്ഥ മൂലമാണ് കർഷകർ ദുരിതത്തിലായത്. പാടശേഖരത്തു നിന്നും നെല്ല് കയറ്റി കൊണ്ടുപോയി അരിയാക്കി സപ്ലൈകോയ്ക്ക് നൽകാൻ കരാറെടുത്ത സ്വകാര്യ മില്ലുടമകളുടെ അലംഭാവമാണ് കർഷകർക്ക് ദുരിതമായത്. ആവശ്യത്തിന് വാഹനമയക്കാതെ നെൽച്ചാക്കുകൾ ആഴ്ചകളോളം പാടത്ത് കെട്ടിക്കിടക്കുകയാണ്. നെല്ല് കയറ്റി കൊണ്ടുപോകുന്നതുവരെ കർഷകർക്കാണ് ഇതിന്റെ സംരക്ഷണ ചുമതല. ഇത് സംബന്ധിച്ചുള്ള TCV വാർത്തയെ തുടർന്ന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വാഹനങ്ങൾ പാടത്തെത്തി നെല്ല് കയറ്റിക്കൊണ്ടുപോയിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത കനത്ത മഴയിൽ ബാക്കി വന്ന നെൽച്ചാക്കുകൾ നനഞ്ഞുകുതിർന്നു. കരാറെടുത്ത കമ്പനിക്ക് ഉമാ നെല്ല് താല്പര്യമില്ലാത്തതാണ് ഇവിടുത്തെ കർഷകർക്ക് തിരിച്ചടിയായത്. കമ്പനിക്ക് ജ്യോതി നെല്ലിനോടാണ് താല്പര്യമെന്നാണ് കർഷകർ പറയുന്നത്. പിന്നെ ഉമാ നെല്ലിന് ഓപ്പൺ മാർക്കറ്റ് ഡിമാൻഡ് ഇല്ല. സപ്ലൈകോണ് എല്ലാം നെല്ല് സംഭരിക്കുന്നത്. ജ്യോതി പണിത പടവുകളിൽ നെല്ല് കൊയ്ത് അന്ന് തന്നെ കയറി പോകാൻ ഒരു അവസരമുണ്ട്. ഇവിടെ ഉമ ആയതുകൊണ്ട് ഡിമാൻഡ് ഇല്ല. കയറി പോകുന്ന നെല്ലുകളിൽ തന്നെ അവർ QC ഇവിടെ ടെസ്റ്റ് ചെയ്യാതെ കൊണ്ട് കയറ്റി അയച്ചിട്ട് പടവ് കയറ്റി അയക്കുന്ന നെല്ലിന് കമ്പനിയാണ് എത്ര ശതമാനം കഴിക്കണം എന്ന് പറഞ്ഞിട്ട് കമ്പനിയിൽ ചെന്നതിന് ശേഷം വരുന്നത്. അത് കയറ്റുന്നതിന് മുന്നേ കൃഷിക്കാരനെ ബോധ്യപ്പെടുത്തി വിടാനുള്ള പേടിക്കോ ഓഫീസർക്കും പാടശേഖര സമിതിക്കും അതിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം എന്നുള്ളൊരു സംവിധാനം ഏർപ്പെടുത്തണം. കരാറെടുത്ത കമ്പനിയുടെ അനാസ്ഥയ്ക്ക് വില നൽകേണ്ടി വരുന്നത് കർഷകരുടെ അധ്വാനമാണ്. വിയർത്തും അധ്വാനിച്ചും വായ്പയെടുത്തുമുണ്ടാക്കിയ നെല്ലിന് ഉചിതമായ വില നൽകാതെ ഓരോ ചാക്കിനും 5 കിലോ വീതം കുറവ് രേഖപ്പെടുത്തി ലക്ഷങ്ങൾ തട്ടിപ്പ് നടക്കുന്നതായും വ്യാപക പരാതിയുണ്ട്. ഇപ്പോൾ ആകെ 5 ലോറിയിൽ താഴെ മാത്രമാണ് ലോഡ് കയറ്റുന്നത്. അങ്ങനെയെങ്കിൽ തന്നെ പാടത്ത് നെല്ല് മുഴുവൻ കയറ്റിപ്പോകാൻ 1 മാസമെടുക്കും. വാഹനത്തിന്റെ ലഭ്യതക്കുറവാണെന്ന് പറഞ്ഞ് കർഷകർക്ക് മുന്നിൽ മുടന്തൻ ന്യായങ്ങൾ നിരത്തുകയാണ് അധികൃതരെന്നും അതിന് കൂട്ടുനിൽക്കുകയാണ് പാടശേഖര സമിതിയുമെന്നാണ് കർഷകർ ആരോപിക്കുന്നത്. TCV ന്യൂസ്, അന്തിക്കാട്. 1 കോടി രൂപ ചെലവഴിച്ച് നവീകരിച്ച കാവാലൻചിറ കടുത്ത വേനലിൽ വറ്റിവരണ്ടു. കൃഷിക്കും ശുദ്ധജല ലഭ്യതയ്ക്കുമായി സഹസ്ര സരോവർ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുനരാവിഷ്കരിച്ച പദ്ധതിയാണ് ഒരു തുള്ളി വെള്ളം പോലുമില്ലാതെ ഉപയോഗശൂന്യമായി കിടക്കുന്നത്. എരുമപ്പെട്ടി പഞ്ചായത്തിലെ 2ാം വാർഡ് പതിയാരം പ്രദേശത്താണ് കാവാലൻചിറ സ്ഥിതി ചെയ്യുന്നത്. എരുമപ്പെട്ടി, കടങ്ങോട്, തിരുമറ്റിക്കോട് പഞ്ചായത്തുകളിലെ കർഷകർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിലാണ് ചിറയുടെ നിർമ്മാണം നടത്തിയിരിക്കുന്നത്. മുൻ MLA ബാബു M പാലിശ്ശേരി 1 കോടി രൂപ ചെലവഴിച്ചാണ് ചിറയുടെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. ചെളിയും ചണ്ടിയും നീക്കം ചെയ്ത് ചിറയുടെ ആഴവും വീതിയും വർദ്ധിപ്പിക്കുക, ചുറ്റും കരിങ്കൽ ഭിത്തി കെട്ടി സംരക്ഷിക്കുക, കുളിക്കടവുകൾ നിർമ്മിക്കുക, ചിറയുടെ ചുറ്റും തണൽ മരങ്ങളും അലങ്കാരമുളകളും വെച്ച് പിടിപ്പിക്കുക, ചെരിഞ്ഞ പ്രതലങ്ങളിൽ പുൽത്തകിടി ഒരുക്കി ചെടികൾ നട്ട് ഉദ്യാനം തീർക്കുക എന്നിവയാണ് പദ്ധതി കൊണ്ട് ലക്ഷ്യമിട്ടിരിക്കുന്നത്. എന്നാൽ പദ്ധതി ഉദ്ദേശിച്ച ലക്ഷ്യം കൈവരിച്ചില്ല. കഴിഞ്ഞ കാലങ്ങളിൽ രൂക്ഷമായ വേനലിലും നിറഞ്ഞു നിന്നിരുന്ന ചിറയുടെ ഇന്നത്തെ അവസ്ഥ വളരെ ശോചനീയമാണ്. ചിറയിലെ വെള്ളം ഉപയോഗപ്പെടുത്താനുള്ള സൗകര്യം ഒരുക്കുന്നതിൽ ബന്ധപ്പെട്ട അധികാരികൾ കാട്ടിയ അനാസ്ഥയാണ് കാവാലൻചിറയുടെ ദുരവസ്ഥയ്ക്ക് കാരണമെന്നും ആക്ഷേപമുണ്ട്. TCV ന്യൂസ്, എരുമപ്പെട്ടി.
ദേശീയപാത 66-ൽ രണ്ടിടത്തുണ്ടായ വാഹനാപകടത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. ചന്ദ്രാപന്നി 17-ാം കല്ലിന് സമീപം നിയന്ത്രണം വിട്ട കാർ പാതയോരത്തെ സൂചനാ ബോർഡിലും അടുത്തുള്ള കൊടിമരത്തിലും ഇടിച്ച് ഡ്രൈവർ കയ്പമംഗലം സ്വദേശി മായിൻ വീട്ടിൽ ഷാഹുൽ ഹമീദിനാണ് പരിക്കേറ്റത്. ഇയാളെ 3 പീടികയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കയ്പമംഗലത്ത് റോഡ് മുറിച്ച് കടക്കുന്നതിനിടെ ബൈക്ക് ഇടിച്ച് ഒരാൾക്ക് പരിക്കേറ്റു. കയ്പമംഗലം സ്വദേശി മേനോത്ത് പറമ്പിൽ ആനന്ദിനാണ് പരിക്കേറ്റത്. ഇയാളെ ആക്സ് പ്രവർത്തകർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പാലേക്കര മേൽപ്പാലത്തിൽ നെല്ല് കയറ്റി വന്ന ലോറി മറിഞ്ഞു. തൃശൂരിൽ നിന്ന് കാലടിയിലേക്ക് പോകുകയായിരുന്ന ലോറിയുടെ ടയർ പൊട്ടിയതാണ് അപകടത്തിന് കാരണം. അപകടത്തിൽ ആർക്കും പരിക്കില്ല. എടവിലങ്ങ് പൊടിയൻ ബസാറിൽ CPI നേതാവിന്റെ വീടിന് നേരെ ആക്രമണം. CPI ലോക്കൽ കമ്മിറ്റി അംഗം മണ്ണാട്ടറ മനോജിന്റെ വീടിന് നേരെയാണ് ആക്രമണം നടന്നത്. കല്ലേറിൽ വീടിന്റെ ജനൽ ചില്ല് തകർന്നു. ബുധനാഴ്ച പുലർച്ചെ 2 മണിയോടെയായിരുന്നു സംഭവം. ശബ്ദം കേട്ട വീട്ടുകാർ ഉണർന്നപ്പോഴേക്കും അക്രമികൾ രക്ഷപ്പെട്ടു. ആക്രമണത്തിന് പിറകിൽ BJP പ്രവർത്തകരാണെന്ന് മനോജ് ആരോപിച്ചു. വെള്ളറക്കാട് ബൈക്ക് മറിഞ്ഞ യുവാവിന് പരിക്കേറ്റു. ചേലക്കര തിരുത്തിൽ മണികണ്ഠനാണ് പരിക്കേറ്റത്. വെള്ളറക്കാട് പള്ളിക്ക് സമീപത്ത് വെച്ചാണ് അപകടം. കൈക്ക് പരിക്കേറ്റ മണികണ്ഠനെ മുളങ്കത്താവ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എരുമപ്പെട്ടിയിൽ നിയന്ത്രണം വിട്ട ബൈക്ക് മറിഞ്ഞ യാത്രക്കാരന് പരിക്കേറ്റു. എയാൽ പെരുമ്പൂർ വീട്ടിൽ മുഹമ്മദ് അലിക്കാണ് പരിക്കേറ്റത്. കടങ്ങോട് സെൻട്രൽ വെച്ചാണ് അപകടം നടന്നത്. തലയ്ക്ക് പരിക്കേറ്റ മുഹമ്മദ് അലിയെ കുന്നംകുളം റോയൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇടവേള. ഒരു ബിൽഡർ എന്ന നിലയിൽ ഗുണമേന്മയിൽ നോ കോംപ്രമൈസ്. അതുകൊണ്ട് തന്നെ എന്റെ ഫസ്റ്റ് ചോയ്സ് എപ്പോഴും കേബിൾ പോയിന്റ്, where you can see and feel just about the entire range of electrical products. The complete hypermarket for all electrical products. Electrical switches, fans, wires, decorative lamps എന്നിവയുടെ അതിവിപുലമായ കളക്ഷൻ. മികച്ച ഗുണമേന്മയോടൊപ്പം കുറഞ്ഞ വില. നിങ്ങളും റെക്കമെൻഡ് ചെയ്യും. ന്യൂ കേബിൾ പോയിന്റ്, ശങ്കരയ്യർ ജംഗ്ഷൻ, MG റോഡ്, തൃശൂർ. വാർത്ത തുടർന്നു. ജില്ലയിൽ പലയിടത്തും H1N1 റിപ്പോർട്ട് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ പോയി വിദഗ്ധ സഹായം തേടണമെന്ന് DMO അറിയിച്ചു. പനി, ജലദോഷം, ചുമ, തൊണ്ടവേദന, ശ്വാസതടസ്സം എന്നിവ H1N1 രോഗത്തിന്റെ ലക്ഷണമാകാം. തുടക്കത്തിൽ തന്നെ ചികിത്സിക്കുകയാണെങ്കിൽ രോഗം ഗുരുതരമാകാതെ ശ്രദ്ധിക്കാനാവും. ഈ ലക്ഷണങ്ങൾ ഗർഭിണികളിൽ കണ്ടാൽ ഒട്ടും വൈകാതെ ചികിത്സ തേടണം. ജില്ലയിലെ എല്ലാ സർക്കാർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലും ആശുപത്രികളിലും സൗജന്യ ചികിത്സ ലഭ്യമാണ്. ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിലെ വിവാഹ മണ്ഡപങ്ങളിലെ തിരക്ക് കുറയ്ക്കുന്നതിനായി ദേവസ്വം പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. 3 കല്യാണ മണ്ഡപങ്ങൾക്ക് ചുറ്റും സ്റ്റീൽ വേലി സ്ഥാപിച്ചാണ് തിരക്ക് നിയന്ത്രിക്കുക. വിവാഹം ഷീട്ടാക്കി വരുന്ന വധൂവരന്മാരടക്കം 10 പേരെയാണ് വേലി വഴി മണ്ഡപത്തിനടുത്തേക്ക് കടത്തിവിടുക. 500 രൂപയുടെ ഷീട്ടുമായി വരുന്ന 2 ഫോട്ടോഗ്രാഫർമാരെയും 2 വീഡിയോഗ്രാഫർമാരെയും മാത്രമേ മണ്ഡപത്തിലേക്ക് കടത്തിവിടുകയുള്ളൂ. പുതിയ സംവിധാനം വഴി കല്യാണ മണ്ഡപത്തിന്റെ കിഴക്കേ ഗേറ്റ് വഴിയാണ് പ്രവേശനം. പടിഞ്ഞാറേ ഗേറ്റ് വഴി തിരിച്ചിറങ്ങുകയും വേണം. സംവിധാനത്തിന്റെ പ്രവർത്തനം ദേവസ്വം സെക്യൂരിറ്റി ജീവനക്കാർ നിയന്ത്രിക്കും. അടിപ്പാത നിർമ്മാണത്തിന്റെ ഭാഗമായി ചാലക്കുടി നഗരസഭാ ജംഗ്ഷനിൽ വ്യാഴാഴ്ച മുതൽ ഗതാഗത പരിഷ്കരണം ഏർപ്പെടുത്താൻ തീരുമാനിച്ചു. നേരത്തെ എടുത്ത തീരുമാനം തിരഞ്ഞെടുപ്പ് കഴിയും വരെ നീട്ടിവെക്കുകയായിരുന്നു. മുനിസിപ്പൽ ജംഗ്ഷനിൽ നിന്നും തിങ്കളാഴ്ച മുതൽ വാഹനങ്ങൾക്ക് ദേശീയപാത മുറിച്ചു കടക്കാനാകില്ല. മാള ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾ സർവീസ് റോഡിലൂടെ സൗത്ത് ജംഗ്ഷനിൽ കൂടിയായിരിക്കും നഗരത്തിലേക്ക് കടത്തിവിടുക. കോടതി ജംഗ്ഷനിൽ നടന്നുവരുന്ന അടിപ്പാത നിർമ്മാണം റോഡിന്റെ മധ്യത്തിലേക്കും വ്യാപിക്കുന്നതിന്റെ ഭാഗമായാണ് പടിഞ്ഞാറേ ഭാഗത്തെ ഗതാഗത നിയന്ത്രണം. സുവിധം ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ ഗുരുവായൂരിൽ ജീവകാരുണ്യ സാംസ്കാരിക രംഗത്ത് നിറസാന്നിധ്യമായിരുന്ന M. രാമൻകുട്ടി മേനോനെ അനുസ്മരിച്ചു. അനുസ്മരണ സമ്മേളനം മുൻ MLA TV ചന്ദ്രമോഹൻ ഉദ്ഘാടനം ചെയ്തു. സുവിധം പ്രസിഡന്റ് PK സരസ്വതി അമ്മ അധ്യക്ഷയായിരുന്നു. 100ഓളം അമ്മമാർക്ക് പ്രതിമാസ പെൻഷനും നിർധനരായവർക്ക് ചികിത്സാ ധനസഹായം, വസ്ത്രം എന്നിവയും നൽകി. മമ്മിയൂർ ദേവസ്വം ചെയർമാൻ DK പ്രകാശൻ, കവി രാധാകൃഷ്ണൻ കാക്കശ്ശേരി, നഗരസഭാ മുൻ ചെയർപേഴ്സൺ പ്രൊഫസർ PK ശാന്തകുമാരി തുടങ്ങിയവർ സംസാരിച്ചു.
പഴയന്നൂർ കാരുണ്യ സ്പർശം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ പഴയന്നൂർ ദാറുസ്സലാം മദ്രസ ഹാളിൽ സമൂഹ വിവാഹം നടത്തി. 5 വധൂവരന്മാരുടെ വിവാഹമാണ് നടന്നത്. കാരുണ്യ സ്പർശം ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രസിഡന്റ് MR മണി, സെക്രട്ടറി NK ഇല്യാസ് എന്നിവർ നേതൃത്വം നൽകി. കയ്പമംഗലം കമ്പനിക്കടവ് കൂരുക്കുഴി ദേശം ശ്രീ ഭഗവതി മഹാക്ഷേത്രത്തിൽ മേടപ്പത്തിനോടനുബന്ധിച്ച് പൊങ്കാല മഹോത്സവം നടത്തി. ക്ഷേത്രം മേൽശാന്തി ലിജേഷ്, ശ്രീകുമാർ ശാന്തി എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം ഭാരവാഹികളായ KK ശേഖരൻ, ദിവാകരൻ കുറുപ്പത്ത്, KR രഘുനാഥൻ, KM വിജയൻ എന്നിവർ നേതൃത്വം നൽകി. നായാട്ടുകുണ്ട് കുറിഞ്ഞിപ്പാടത്ത് ക്വാറിയിൽ നിന്ന് കരിങ്കല്ലുമായി വന്ന ലോറി തലകീഴായി മറിഞ്ഞു. ക്വാറിയിൽ നിന്നുള്ള റോഡിലെ കുത്തനെയുള്ള കയറ്റം കയറി വരുന്നതിനിടെ നിയന്ത്രണം വിട്ട ലോറി മറിയുകയായിരുന്നു. ആർക്കും പരിക്കില്ല. UR പ്രദീപ് MLA പിതാവ് ദേശമംഗലം പല്ലൂർ തെക്കേപ്പുരയ്ക്കൽ രാമൻ അന്തരിച്ചു. 80 വയസ്സായിരുന്നു. സ്പീക്കർ P ശ്രീരാമകൃഷ്ണൻ, മന്ത്രിമാരായ AC മൊയ്തീൻ, പ്രൊഫസർ C രവീന്ദ്രനാഥ്, അഡ്വക്കേറ്റ് VS സുനിൽകുമാർ, ഡോക്ടർ PK ബിജു MP, MLA-മാരായ KV അബ്ദുൽ ഖാദർ, KU അരുണൻ, KV രാജൻ തുടങ്ങിയവരടക്കം സമൂഹത്തിലെ നാനാതുറയിൽപ്പെട്ട വൻ ജനാവലി അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയിരുന്നു. മൃതദേഹം ചെറുതുരുത്തി പുണ്യതീരത്ത് സംസ്കരിച്ചു. ഇടവേള. അമ്മയ്ക്ക് കളർഫുൾ സാരി ഇതുടുത്താൽ കല്യാണ പെണ്ണ് തന്നെ. അതെ, ഡിസൈനർ സാരി, സെറ്റ് സാരി, ചുരിദാർ, ഫ്രോക്ക്, കുട്ടികൾക്കുള്ള റെഡിമെയ്ഡ്സ്, ഷർട്ട്, ജീൻസ് ഇതെല്ലാം ഇവിടുന്ന് സെലക്ട് ചെയ്യാനുണ്ട്. സാധാരണക്കാരുടെ വിവാഹ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുവാൻ കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. വിടവാർത്തയിലേക്ക്. അസോസിയേഷൻ ഓഫ് ചാർട്ടേഡ് സർട്ടിഫൈഡ് അക്കൗണ്ടൻസ് പരീക്ഷയിൽ ദേശീയതലത്തിൽ 1ാം റാങ്ക് കൊടകര സഹൃദയ കോളേജിന്. 2ാം വർഷം BCom ഫിനാൻസ് ACCA വിദ്യാർത്ഥി അശ്വിൻ തോമസ് ആണ് മാർച്ചിൽ നടന്ന F5 പെർഫോമൻസ് മാനേജ്മെന്റ് വിഷയത്തിൽ ഇന്ത്യയിൽ 1ാം റാങ്കും ആഗോളതലത്തിൽ 13ാം റാങ്കും നേടിയത്. മലപ്പുറം സ്വദേശികളായ VA തോമസിന്റെയും സോഫി തോമസിന്റെയും മകനാണ്. ആർത്താറ്റ് മാർത്തോമ തീർത്ഥകേന്ദ്രത്തിന്റെ ആശീർവാദ കർമ്മവും പുതുഞായർ പെരുന്നാളും 26 മുതൽ 29 വരെയുള്ള ദിവസങ്ങളിൽ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 2 വർഷം മുമ്പുണ്ടായ ചുഴലിക്കാറ്റിൽ തകർന്ന ദേവാലയം 20 ലക്ഷം രൂപ ചിലവിട്ട് പഴമ തെല്ലും ചോരാതെയാണ് പുതുക്കി പണിതത്. 26 വൈകിട്ട് 5 മാർ ആൻഡ്രൂസ് താഴത്ത് ദേവാലയ വെഞ്ചരിപ്പ് കർമ്മം നിർവഹിക്കും. വികാരി ജോഷി പാറേക്കാരൻ, ഭാരവാഹികളായ ഇഗ്നേഷ്യസ് ആളൂർ, വർഗീസ് വാഴപ്പള്ളി, ഷൈജു ആളൂർ, ഷാജി ആർത്താറ്റ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. യേശശരീരനായ പ്രമുഖ ജ്യോതിഷവേദ പണ്ഡിതൻ കൈമുക്ക് വൈദികൻ പരമേശ്വരൻ നമ്പൂതിരിയുടെ ജന്മശതാബ്ദിയുടെ ഭാഗമായി അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന്റെ നേതൃത്വത്തിൽ സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് നടത്തും. 27 രാവിലെ 9:30 കൈമുക്ക് ഇല്ലത്ത് നടക്കുന്ന അനുസ്മരണ പരിപാടി K ജയകുമാർ IAS ഉദ്ഘാടനം ചെയ്യും. 28 രാവിലെ നടക്കുന്ന സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് സിനിമാ താരം ദിലീപ് ഉദ്ഘാടനം ചെയ്യും. ബ്രഹ്മശ്രീ കൈമുക്ക് വൈദികൻ ജാതവേദൻ നമ്പൂതിരി, കൈമുക്ക് വൈദികൻ നാരായണൻ നമ്പൂതിരി, പത്മനാഭ ശർമ്മ, KR ദിനേശൻ, നന്ദകുമാർ മലപ്പുറം എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കുഴിക്കാട്ടുശ്ശേരി ഗ്രാമികയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന കുട്ടികളുടെ സർഗാത്മക സഹവാസ ക്യാമ്പ് വേനൽ മഴയ്ക്ക് തുടക്കമായി. 26 സമാപിക്കുന്ന ക്യാമ്പിൽ കുട്ടികൾക്കായി വിവിധ പരിശീലന പരിപാടികൾ നടക്കും. കവിയും ചിത്രകാരിയും അധ്യാപികയുമായ കവിതാ ബാലകൃഷ്ണൻ വേനൽ മഴ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. KK സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു. VS ഗിരീശൻ, TC നാരായണൻ, ഡോക്ടർ വടക്കേടത്ത് പത്മനാഭൻ തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ ബ്രഹ്മകുളം സെന്റ് തോമസ് ദേവാലയത്തിലെ തിരുനാൾ ഈ മാസം 26 മുതൽ 29 വരെ ആഘോഷിക്കുമെന്ന് ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വെള്ളിയാഴ്ച വൈകിട്ട് 5 കൂടുതുറക്കൽ ശുശ്രൂഷയ്ക്ക് കണ്ടശാം കടവ് ഫെറോന വികാരി ഫാദർ വിൽസൺ പിടിയത്ത് മുഖ്യ കാർമ്മികത്വം വഹിക്കും. തിരുനാളിന്റെ പ്രധാന ദിവസമായ ഞായറാഴ്ച രാവിലെ 10 നടക്കുന്ന ആഘോഷമായ തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ ബിജു നന്ദിക്കര കാർമ്മികത്വം വഹിക്കും. വികാരി ഫാദർ ചാക്കോ ചെറുവത്തൂർ, ഭാരവാഹികളായ MJ ജോസ്, MV ബിജു, AV ജെൻസൺ, PJ കുര്യാക്കോസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.
ഇനി വാണിജ്യം. മാൾ ഓഫ് ജോയുടെ 5ാം വാർഷികങ്ങളോടനുബന്ധിച്ച് 1 കോടി രൂപയുടെ സമ്മാനങ്ങളുമായി ഒരുക്കിയിരിക്കുന്ന വിവാഹ് ഉത്സവ് സമ്മാന പദ്ധതിയുടെ 3ാമത് ആഴ്ചയിലെ നറുക്കെടുപ്പ് നടന്നു. ശക്തനഗറിലെ മാൾ ഓഫ് ജോയിൽ നടന്ന ചടങ്ങിൽ ഉപഭോക്താക്കൾ ചേർന്ന് നറുക്കെടുപ്പ് നിർവഹിച്ചു. കഴിഞ്ഞ 2 ആഴ്ചയിലെ നറുക്കെടുപ്പിൽ വിജയികളായവർക്കുള്ള സമ്മാനങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു. മാൾ മാനേജർ സുമേഷ് എബ്രഹാം, ജോളി സിൽക്സ് മാനേജർ ബെസ്റ്റോ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. 9 ആഴ്ചകളിലായി 1 കോടി രൂപയുടെ സമ്മാനങ്ങളുമായി ഒരുക്കിയിരിക്കുന്ന വിവാഹ് ഉത്സവിൽ നറുക്കെടുപ്പിലൂടെ 2 സാൻഡ്രോ കാറുകളും 5 റോയൽ എൻഫീൽഡ് ബൈക്കുകളും കൂടാതെ സ്വർണ്ണ നാണയങ്ങൾ, LED ടിവികൾ, മൊബൈൽ ഫോണുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നത്. തിരഞ്ഞെടുക്കപ്പെടുന്ന വധൂവരന്മാർക്കായി പ്രത്യേക ഹണിമൂൺ പാക്കേജും ഉണ്ടായിരിക്കും. വിവാഹത്തിനാവശ്യമായ പൊന്നും പട്ടും ഒപ്പം ഫുട്വെയർ, ബ്രാൻഡഡ് വാച്ചസ്, ലഗേജസ്, കോസ്മെറ്റിക്സ് തുടങ്ങി എല്ലാം മാൾ ഓഫ് ജോയിൽ നിന്നും യഥേഷ്ടം പർച്ചേസ് ചെയ്യാം. 1 കോടി രൂപയുടെ സമ്മാനങ്ങളുമായി ഉപഭോക്താക്കളുടെ ഷോപ്പിംഗിന് ഇരട്ടി മധുരം പകരുകയാണ് മാൾ ഓഫ് ജോയ്. പ്രധാന വാർത്തകൾ വീണ്ടും. ഡോക്ടർ ചമഞ്ഞ ഇടുക്കിയിൽ നിന്ന് കഞ്ചാവ് കടത്ത്, പ്രതി ഓടി രക്ഷപ്പെട്ടു. 2 കിലോ കഞ്ചാവ് എക്സൈസ് പിടിച്ചെടുത്തു. അന്തിക്കാട് പാടശേഖരത്തിലെ കൃഷിനാശം അധികൃതരുടെ അനാസ്ഥ മൂലമെന്ന ആക്ഷേപം. കോൾപ്പാടത്ത് കെട്ടിക്കിടക്കുന്നത് 150 ലോഡ് നെല്ല്. 1 കോടി രൂപ ചെലവഴിച്ച് നവീകരിച്ച കാവാലൻചിറ കടുത്ത വേനലിൽ വറ്റി വരണ്ടു. കൃഷിക്കും ശുദ്ധജല ലഭ്യതയ്ക്കുമായി പുനരാവിഷ്കരിച്ച പദ്ധതിയാണ് ഉപയോഗശൂന്യമായത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.